നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദിനി, നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാടാ. മോളെ നന്ദിനി, മോളെ മോളെ എണീക്ക് മോളെ. എന്തിനാ സർ? മോളെ അയ്യോ, one second. And this is my wife Nandini. അവളല്ലേ ഇത്? TV കാണിക്കാനുള്ള വളർച്ചയൊക്കെ ആയോ അവക്ക്? വെട്ടി അരിഞ്ഞു കൊല്ലേണ്ടതായിരുന്നു അന്നവളെ. അത് തടഞ്ഞത് പത്മേടത്തിയാ. വിളിക്കട്ടെ ഞാനവരെ. പറയൂ കാർത്തിക. എന്തു പറയാൻ? ഞാനേ പത്മേടത്തെ അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്തിന്? നന്ദിനിയെ മഹാറാണിയാക്കിയതിന്. ആർക്കും വേണ്ടാതെ ഈ ഗ്രാമത്തിൽ കിടന്ന് അവളെ സിറ്റിയിലേക്ക് വലിച്ചോണ്ട് പോയി അറിയപ്പെടുന്ന ബിസിനസ്സുകാരന്റെ ഭാര്യയാക്കിയതിന്. നാണമില്ലേ പത്മേടത്തി നിങ്ങൾക്ക്? എല്ലാം വാളോങ്ങി നിന്ന് എന്നോട് അന്ന് നിങ്ങൾ പറഞ്ഞതെന്താ? നീയല്ല അവളെ കൊള്ളേണ്ടത്. കുടുംബമായി അവരെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനോടും മക്കളോടും നിങ്ങൾക്ക് കണക്ക് തീർക്കണം എന്നല്ലേ? എന്നിട്ട് എന്തു പറ്റി? കണക്ക് തീർക്കാൻ അവള് നിന്നില്ലേ? കാർത്തിക, കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ അല്ല നീങ്ങിയത്. നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങളൊരു കുരുക്കുണ്ടാക്കി കാത്തു നിന്നാൽ അതിനകത്തേക്ക് അവള് കഴുത്തു വെച്ച് തരുമെന്നാണോ? സത്യത്തിൽ നിങ്ങൾ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ പത്മേടത്തി? നിങ്ങളുടെ മകന്റെയും നിങ്ങളുടെ കമ്പനിയുടെയും വിജയത്തിന് പിന്നിൽ അവള് മാത്രമാണെങ്കിൽ തൂങ്ങിച്ചത്തൂടെ നിങ്ങൾക്ക്. നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. അല്ലെങ്കിൽ സുദേവന്റെ മകളുടെ സംസ്കാരം ഇവിടുത്തെ പൊതു ശ്മശാനത്തിൽ നടത്തുമായിരുന്നു ഞാൻ. സത്യത്തിൽ നിങ്ങളെ കൊണ്ട് എന്തിനു പറ്റും? സ്വന്തം മകനോട് തോറ്റു, അവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോടും തോറ്റു. അല്ലേ പത്മാമാടം? പത്മാമാടം എന്ന് പറഞ്ഞു നടക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? കാർത്തിക, നിർത്ത്. എന്റെ മകൻ കൊടുത്തൊരു ഇന്റർവ്യൂവിന്റെ പേരിൽ എന്നെ നീ അധിക്ഷേപിക്കണ്ട. എനിക്ക് കുറച്ച് ദണ്ണമുണ്ട് പത്മേടത്തി. ഇന്നലെ എന്റെ അളിയൻ വന്നപ്പോ പ്രസന്റ് ആയിട്ടൊരു TV കൊണ്ടുവച്ചതാ. അത് തുറന്നു നോക്കുമ്പോ ആദ്യത്തെ കാഴ്ച കണ്ടത് അവളുടെ മുഖമാ. അതിന്റെ കാരണക്കാരി പത്മേടത്തി മാത്രമാ. ഇപ്പൊ പറ, അവളെ അടക്കിയിരുത്താൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങാൻ എന്റെ പിള്ളേരെയും കൊണ്ട്. പക്ഷെ ഒരു കാര്യം, തടുക്കാൻ വരുന്ന നിങ്ങളുടെ മകനെ രക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞു പോകരുത്. വെട്ടി അരിയുമ്പോ രണ്ടെണ്ണത്തിനെയും വെട്ടി വീഴ്ത്തും ഈ കാർത്തികൻ. അവളെയും കുടുംബത്തിനെയും ഇങ്ങോട്ട് വരുത്താൻ ഞാൻ കാർത്തികനോട് ആവശ്യപ്പെട്ടത് തെറ്റാണ്. എനിക്കും ഇതേ അവള് വളരാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. അധികം വൈകാതെ അവൾ അങ്ങോട്ട് തന്നെ തിരിച്ചെത്തും. എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കേൾക്കേണ്ടത് പിറ്റേ ദിവസം ആ കുടുംബത്തിന്റെ കൂട്ടക്കൊലയെ കുറിച്ചാണ്. ഇപ്പോഴെങ്കിലും കാർത്തികേയനെ അംഗീകരിച്ചല്ലോ നിങ്ങള്.
ഞാൻ ഉറപ്പ് പറയാൻ പത്മേടത്തി, ഇവിടേക്ക് അവൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അച്ഛനും മക്കളും ഇല്ലാതായി എന്നുള്ള വാർത്ത പത്മേടത്തിന് മുമ്പിൽ എത്തിയിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കാര്യം കൂടി നടത്താൻ പറ്റാതെ വീണ്ടും ഒരിക്കൽ കൂടി അവളെ എനിക്ക് TV കാണേണ്ടി വരരുത്. വന്നാ പിന്നെ പത്മേടത്തി ഒരു ബഹുമാനം എന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഈ കാർത്തികേയനാ പറയുന്നേ. പത്മേടത്തി പോലും അവളുടെ മുമ്പിൽ തോറ്റു. ആ കുടുംബം മുഴുവൻ അവള് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക. പൊറുക്കില്ല ഞാൻ, തീർക്കും ഞാൻ എല്ലാത്തിനെയും, തീർത്തിരിക്കും. മമ്മിയുടെ അടുത്തേക്ക് പോവാൻ പേടിയാവുക. ഏതൊക്കെ രീതിയിലാണ് മമ്മി തോറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രജയെ, എന്തായാലും അളിയൻ ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരോ. നന്ദിനി എന്താ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടു കൊടുത്തോ? കൊണ്ടുപോയി തൊഴിലാളികളുടെ അക്കൗണ്ടിലിടാൻ. പണം നമ്മുടെ കുടുംബത്തിന്റെ അല്ലേ? ആന്റിയുടെ അങ്കിളിന്റെ തീരുമാനമില്ലാതെ അളിയൻ ഇതെങ്ങനെയാ പറയാൻ പറ്റുന്നേ? വിജയ്, നമ്മൾ കരുതുന്ന പോലെ അല്ല. അവനിപ്പോ പൂർണ്ണമായും നന്ദിനിയുടെ നിയന്ത്രണത്തില്. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു ദിവസം ഈ കുടുംബത്തിന്റെ അധികാരം അവള് പിടിച്ചെടുക്കും. അതിനുള്ള ഒരുക്കങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നത്. ആന്റിക്കും അങ്കിളിനും മാലയിട്ടത് ഓക്കെ, അതിനിടയിൽ വന്നവർ അവളെ എന്തിനാ ആദരിക്കുന്നേ? അവർക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കമ്പനിയുടെ പ്രോജക്ട് മാനേജറായിട്ട് ഞാനില്ലേ? മാല എന്റെ കഴുത്തിയിട്ടൂടെ? അല്ല, ഞാനേ ഈ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. എനിക്ക് പിന്നെ വീട്ടിലായാലും കമ്പനിയിലായാലും ഒരേ വിലയാണല്ലോ. അതാണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? മമ്മിയുടെ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞൂടാ. വിജയ്ക്ക് ഒരു കാര്യം അറിയോ? മനസ്സിന് നല്ല ബലമുള്ളവര്, ഒരിക്കലും തോൽക്കില്ല എന്ന് വാശിയുള്ളവര് ചിലപ്പോ സൂയിസൈഡിനെ കുറിച്ച് പോലും ചിന്തിക്കും. ആത്മഹത്യ? ആന്റി അതെന്തായാലും ഉണ്ടാവില്ല. ആര് പറഞ്ഞു? എത്ര നാളായി മമ്മി ഇങ്ങനെ തോൽക്കാൻ തുടങ്ങിയിട്ട്? തന്റെ ചുറ്റുമുള്ള ആളുകള് പരിഹാസത്തോടെ നോക്കുമ്പോഴും സ്വന്തം കമ്പനിയിൽ മമ്മിക്ക് ഒരു വിലയുണ്ടായിരുന്നു. അതിന്നത്തോടെ തീർന്നു. അല്ല, അതിന് ആന്റിയുടെ ഭാഗത്ത് ചെറിയൊരു കുഴപ്പം പറ്റി. എന്തായാലും അവര് വന്ന് മാലയിട്ട് സ്വീകരിച്ചു. വേണമെങ്കിൽ ആന്റിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു, മാനം രക്ഷിക്കായിരുന്നു. സത്യം പറ, വിജയ് ആരുടെ കൂടെയാ? മമ്മിയുടെ കൂടെയോ അതോ നന്ദിനിയുടെ കൂടെയോ? അതിനെനിക്ക് സംശയമൊന്നുമില്ല.